ഡോക്ടർ മോഹൻ വർഗീസ്. 15 ഭരണഘടനാ ഭേദഗതികൾ വേണ്ടിവരും. 2 ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അവതരിപ്പിക്കാനാണ് രാംനാഥ് കോവിന്ദ് സമിതി ശുപാർശ ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഭരണഘടനയിൽ 82A എന്ന ആർട്ടിക്കിൾ, അതുപോലെ തന്നെ 324A എന്ന ആർട്ടിക്കിൾ ഒക്കെ ഭേദഗതിയിലൂടെ കൊണ്ടുവരും എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് ശുപാർശ. പക്ഷേ ഇത് നടപ്പാക്കൽ എളുപ്പമാകുമോ? കാരണം 240 ലോക്സഭയിലെ BJPയുടെ അംഗസംഖ്യ. അവർക്ക് തനിച്ച് കേവല ഭൂരിപക്ഷമില്ല. 3/2 ഭൂരിപക്ഷം ആവശ്യമുള്ള ഭരണഘടനാ ഭേദഗതികൾ എങ്ങനെ പുഷ് ചെയ്യാമെന്നാണ് BJP വിചാരിക്കുന്നത്? അഭിലാഷ്, ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഭരണഘടനാ ഭേദഗതികളുമായി സംബന്ധിച്ചത് മാത്രമാണ്. പാർലമെന്റിൽ ഭരണകക്ഷിക്ക് അല്ലെങ്കിൽ ഭരണമുന്നണിക്ക് ഭൂരിപക്ഷമുള്ളിടത്തോളം തീർച്ചയായും അത് പൈലറ്റ് ചെയ്ത് കൊണ്ടുപോകാനും പാസ്സാക്കിയെടുക്കാനും ബുദ്ധിമുട്ടുണ്ടാവില്ല. ലോക്സഭയിലും രാജ്യസഭയിലും ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകൾക്ക് പാസ്സാകാൻ സാധിക്കും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയിലേക്ക് കടക്കുമ്പോൾ അത് 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. ഈ 18 ഭേദഗതികളെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നീട് മറ്റൊരു 5 ഭേദഗതികളും, അങ്ങനെ 18 5 23 ഭേദഗതികൾ, ചെറുതും വലുതുമായ ഭേദഗതികൾ. ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിന് നമുക്കറിയാം 3 വ്യത്യസ്തമായ തരത്തിലുള്ള നടപടിക്രമങ്ങൾ ആവശ്യമുണ്ട്. ചില കാര്യങ്ങൾ ഭേദഗതി ചെയ്യുന്നതിന് കേവല ഭൂരിപക്ഷം മതിയാകും. പക്ഷേ ഇത് ഫെഡറൽ തത്വങ്ങളും ജനാധിപത്യവും ഒക്കെയായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ പ്രൊവിഷൻസ് ചിലതെല്ലാം ഭേദഗതി ചെയ്യണമെങ്കിൽ, ചില ആർട്ടിക്കിളുകൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെൻറ്റിൻ്റെ 2 മണ്ഡലങ്ങളിലും 2/3 ഭൂരിപക്ഷം ആവശ്യമാണ്. അറ്റ്ലീസ്റ്റ് ഒരു ആർട്ടിക്കിളെങ്കിലും ഭേദഗതി ചെയ്യുന്നതിന് സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും വേണം. 50% സംസ്ഥാന നിയമസഭകളുടെ അംഗീകാരവും ആവശ്യമാണ്. അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇന്ന് ഭാരതത്തിൽ നിലവിലില്ല. ഏറ്റവും അനുകൂല സാഹചര്യത്തിൽ തന്നെ പാർലമെന്റിൽ, ലോക്സഭയിൽ 353 അംഗങ്ങളായിരുന്നു കഴിഞ്ഞ ലോക്സഭയിൽ NDAക്ക് ഉണ്ടായിരുന്നത്. ഇപ്പോഴത് കേവലം 293 മാറി. 2/3 ഭൂരിപക്ഷം പാർലമെന്റിന്റെ അധോമണ്ഡലമായ ലോക്സഭയിലെ 2/3 ഭൂരിപക്ഷം എന്ന് പറയുന്നത് 362 സീറ്റുകളാണ്, 362 വോട്ടാണ്. അത് ഇന്നത്തെ നിലയിൽ പ്രതിപക്ഷത്തുള്ള ഇന്ത്യ മുന്നണിയിലെ കക്ഷികളെ കൂടെ കോൺഫിഡൻസിലെടുക്കാതെ ആ ഒരു നമ്പർ എത്തിച്ചേരാൻ സാധിക്കില്ല. അതുപോലെ രാജ്യസഭയിൽ ഇന്നുള്ള നമ്പറിനേക്കാൾ വളരെ കൂടുതൽ വേണ്ടി വരും. 167 സാമാജികരുടെ പിന്തുണയുണ്ടെങ്കിൽ മാത്രമേ രാജ്യസഭ 250 അംഗ രാജ്യസഭയിൽ ഭൂരിപക്ഷം 2/3 ഭൂരിപക്ഷം ഉണ്ടാകൂ. അതുകൊണ്ട് ലോക്സഭയിലും രാജ്യസഭയിലും ഭേദഗതി പ്രമേയങ്ങൾ അവതരിപ്പിക്കാമെന്നല്ലാതെ അത് പാസ്സാകാൻ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം അനുവദിക്കുന്നില്ല. ഇതിനെല്ലാം പുറമെയാണ് കോടതിയിൽ ഈ കേസ് വരും. തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ പൊതു താല്പര്യ ഹർജി എന്ന നിലയിലോ ഏതെങ്കിലും രീതിയിൽ വരും. അത് ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിൾസാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകൾ ഭേദഗതി ചെയ്യാനാവില്ല എന്ന പഴയ ഒരു കേസിൻ്റെ വിധിയുണ്ട്, കേശവാനന്ദ ഭാരതി കേസിൻ്റെ വിധിയുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് ഭരണഘടന ഭേദഗതി ചെയ്യാം, പാർലമെൻറ്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാൻ അനുവാദമുണ്ട്, അവകാശമുണ്ട്. പക്ഷേ മൗലികമായ ചില കാര്യങ്ങളിൽ ടച്ച് ചെയ്യാനൊക്കില്ല. ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിൻ എന്ന് പറയും. അതുകൊണ്ട് അടിസ്ഥാന ശിലകൾ എന്താണ്, കോടതി ഇതുവരെ ഇന്ന കാര്യങ്ങളാണ് അടിസ്ഥാന ശിലകൾ എന്ന് പ്രത്യേകമായി പ്രതിപാദിച്ചിട്ടില്ല. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ആർട്ടിക്കിൾ 1 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ അതർവൈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് ദ സ്റ്റേറ്റ്സ്. അതിൻ്റെ അർത്ഥം ഭാരതം ഒരു ഫെഡറേഷനാണ്. ഇവിടെ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം ഉൾപ്പെടെ, സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ അവതാളത്തിലാകുമ്പോൾ സംസ്ഥാന നിയമസഭകളുടെ കാലാവധി മാറ്റേണ്ടി വരുമ്പോൾ ഇതെല്ലാം ബേസിക് സ്ട്രക്ചറായി മാറാനുള്ള സാധ്യതയുണ്ട്. അതാണ് പറയുന്നത്. ആർട്ടിക്കിൾ വളരെ ആർട്ടിക്കിൾ 83 അത് ലോക്സഭയുടെയും രാജ്യസഭയുടെയും കാലാവധിയാണ്. അതുപോലെ ആർട്ടിക്കിൾ 172 അത് തീർച്ചയായും സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട കാലാവധിയാണ്. ഇതെല്ലാം മാറ്റിമറിക്കുന്നത് ഒരുപക്ഷെ ബേസിക് സ്ട്രക്ചർ ഡോക്ട്രിന്റെ പരിധിയിൽ വരും. അങ്ങനെയാണെങ്കിൽ യാതൊരു രീതിയിലും ഈ ബില്ലിന് മുന്നോട്ട് പോകാനാവാത്ത ഒരു അന്തരീക്ഷം വരാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്.